ഒരിക്കൽ ഇന്ദ്രദ്യുമ്നൻ എന്ന വിഷ്ണു ഭക്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മലയാദ്രിയിൽ ധ്യാനിക്കുകയായിരുന്നു. അപ്പോൾ ആ വഴി അഗസ്ത്യമുനി വരുന്നു. ധ്യാനത്തിൽ മുഴുകിയിരുന്ന രാജാവ് ബഹുമാനിച്ചില്ല എന്ന് കരുതിയ മുനി വലിയ മതയാനിയായി മാറട്ടെ എന്ന് ശപിക്കുകയാണ്. എന്നെങ്കിലും വിഷ്ണു ഭഗവാൻ തലോടുമ്പോൾ ശാപമോക്ഷം കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആനയായി കാട്ടിലലഞ്ഞ രാജാവ് ഒരു തടാകത്തിൽ വെള്ളം കുടിക്കാനായി ഇറങ്ങി. അപ്പോൾ ഒരു മുതല കാലിൽ കടിച്ചു. അത് ഹൂഹു എന്ന ഗന്ധർവൻ ശാപം കിട്ടി മുതലയായതായിരുന്നു. വേദന കൊണ്ട് നിലവിളിച്ച ആനയെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തുമ്പിക്കൈയിൽ പിടിച്ചുയർത്തി രക്ഷിക്കുന്നു. ഭഗവാൻ തലോടിയപ്പോൾ രാജാവിന് പഴയ രൂപം കിട്ടുന്നു. മുതലയ്ക്കും ഗന്ധർവനായി ശാപമോക്ഷം ഉണ്ടാകുന്നു. ഭഗവാൻ രാജാവിനോട് ഈ ഗജേന്ദ്രമോക്ഷം കഥ ആരാണോ കേൾക്കുകയോ പറയുകയോ ചെയ്താൽ അവരുടെ പാപങ്ങൾ നീങ്ങി മരിക്കുമ്പോൾ വൈകുണ്ഠത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. തൻ്റെ ഭക്തനായ രാജാവിനെയും ഭഗവാൻ വൈകുണ്ഠത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ഐതിഹ്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.